പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ നിന്നും ബി.ജെ.പിയുടെ ഒളിച്ചോട്ടമാണ് കണ്ടത്. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് അതിക്രമം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞുമാറി. അനുകൂലമായ ചില ബില്ലുകൾ പാസാക്കാൻ ബി.ജെ.പി നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടതിനൊപ്പം പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുകയും ചെയ്തു. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. ദിവസം നീണ്ടുനിന്ന പാർലമെന്റ് സമ്മേളനം അവസാനിച്ചു. എൻ.ഡി.എക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ചില ബില്ലുകൾ പാസാക്കുന്ന കാര്യത്തിലും, ഒപ്പം 2/3 ഭൂരിപക്ഷം പാർലമെന്റിൽ ഉറപ്പാക്കുന്ന കാര്യത്തിലും. പക്ഷേ ഒന്നും നടന്നില്ല. 19 ദിവസവും പ്രതിപക്ഷ ബഹളം തന്നെയായിരുന്നു. ഈ പാർലമെന്റ് സമ്മേളനം അങ്ങനെ ഒരു ചരിത്ര സംഭവമായി മാറുകയും ചെയ്യുന്നു. കാരണം ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വെച്ചിരുന്ന ബില്ലുകൾ പലതും എൻ.ഡി.എക്ക് വളരെ ആവശ്യപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ചും മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള ബില്ലുകൾ. ആ ബില്ലുകൾ പാസാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ അവർ നടത്തിയിരുന്നു. അതിൽ പ്രധാനം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലുണ്ടായിരിക്കുന്ന വിഘടനം അല്ലെങ്കിൽ വിയോജിപ്പ് ഉപയോഗപ്പെടുത്തുക, DMKയെ ഒപ്പം നിർത്തുക, ഇങ്ങനെ പലതരത്തിലുള്ള പദ്ധതികളായിരുന്നു ആസൂത്രണം ചെയ്തത്. പക്ഷേ ഒന്നും നടപ്പായില്ല. കാരണം പ്രതിപക്ഷം അത്ര തന്നെ ശക്തമായിരുന്നു. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ നാൾ മുതൽ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറുപടി പോലും പറയാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഭരണപക്ഷം. കാരണം ആദ്യ ദിവസമാണ് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ അമിത്ഷായും പാർലമെന്റിലെത്തിയത്. പിന്നീട് അവർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ സമയത്തായിരുന്നു CJPയുടെ സമരം അല്ലെങ്കിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള അതിശക്തമായ സമരം തുടങ്ങിയത്. സമ്മേളനത്തിൻ്റെ 1-ാം ദിവസവും 2-ാം ദിവസവും പ്രതിഷേധം ശക്തമായി. പോലീസ് ഇടപെടലുകൾ നടന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന് NDA സഖ്യത്തിനറിയാം, BJPക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒളിച്ചുകളി നടത്തി. പ്രതിപക്ഷം വളരെ ശക്തിയോടുകൂടി തന്നെ സഭയിൽ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചു. സഭ ചേർന്നത് വളരെ ചുരുക്കം സമയമാണെങ്കിൽ പോലും പ്രതിഷേധം ശക്തമാക്കാൻ ഒരു പരിധിവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. മാത്രവുമല്ല, രാഷ്ട്രീയപരമായ നേട്ടം പ്രതിപക്ഷത്തിന് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അകന്നു നിന്നിരുന്ന പല ഇന്ത്യ മുന്നണി കക്ഷികളും അടുത്തു. അവരൊരുമിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസിനൊപ്പം നിന്ന് ശക്തിയായി പ്രതിരോധിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ വരും ദിവസങ്ങളിൽ ഒരിക്കൽ കൂടി ഇന്ത്യ സഖ്യം വളരെ ശക്തിയോടുകൂടി തന്നെ NDAക്കെതിരെ രംഗത്തിറങ്ങും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. NDA ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഒരു വിയോജിപ്പ്, എതിർപ്പ് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന്. എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു. CJP സമരമായിരുന്നു ഇതിന് തറക്കല്ലിട്ടത് എങ്കിൽ തന്നെയും പക്ഷെ അതിനും അപ്പുറത്തേക്കായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. കാരണം BJP പ്രതീക്ഷിച്ച സ്ഥലത്തെങ്ങും തന്നെ കാര്യങ്ങൾ നിന്നില്ല. അതിനും അപ്പുറത്തേക്ക് നീങ്ങി. പ്രതിഷേധം ശക്തമായി. CJP എന്താണോ ആഗ്രഹിച്ചത് ആ സമരത്തിന് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെയും പിന്തുണ ലഭിച്ചതോടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് തന്നെ രാജിവെക്കേണ്ടി വന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി. ഈ സമ്മേളനത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അവരുടെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അങ്ങനെ ഈ പാർലമെന്റ് സമ്മേളനം BJPക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ നമുക്കൊരാശ്വാസമായി കിട്ടിയത് കേരളമായി. ആ ബില്ല് ഉടൻ തന്നെ പാസ്സാവും, നിയമമാവും. നമുക്കിനി കേരളം എന്ന പേരിൽ അല്ലെങ്കിൽ കേരളമാകുന്നതിൻ്റെ പേരിൽ നമുക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. പക്ഷേ അതിനും അപ്പുറത്തേക്കാണ് രാഷ്ട്രീയത്തിൻ്റെ പോക്ക്. ഇനി വരാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും നേട്ടങ്ങൾ കൊയ്യണം എന്നുള്ളത് NDA സഖ്യത്തിൻ്റെ ആവശ്യമായിരുന്നു. അതിനായിരുന്നു അവർ ഈ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തത്. അതിലവരുടെ പ്രധാന ലക്ഷ്യവും മണ്ഡല പുനർനിർണയമായിരുന്നു. അതിനവരുടെ കരുക്കൾ നീക്കി. പക്ഷേ അത് തുടക്കത്തിലെ തന്നെ പല സ്ഥലങ്ങളിലും പാളിയ കാഴ്ചയും കണ്ടു. കാരണം ആ വിദ്യാർത്ഥി സമരത്തിൽ ഇതെല്ലാം തട്ടിത്തെറിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തിയോടുകൂടി ആഞ്ഞടിക്കുന്ന പ്രതിപക്ഷത്തെയും പാർലമെന്റിൽ കാണാൻ ഇടയായി. എന്തായാലും ഒരു കാര്യം ഉറപ്പായി,
ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവും ശക്തമായ പ്രതിപക്ഷ കക്ഷികളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു പരിധിവരെ BJPക്ക് ഒരു ഭയമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ BJP ഇതൊന്നും കണ്ടതായി നടിക്കുന്നില്ല. അവർ വിജയിച്ചതായി പറയുന്നു. പക്ഷേ കോൺഗ്രസ് ആകട്ടെ ശ്രമിച്ചത് അമിത്ഷായെ നേരെ പാർലമെന്റിലെത്തിക്കുക, അവിടെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുക, വിദ്യാർത്ഥികൾക്ക് നേരെ ആരാണോ പില്ലറ്റ് തോക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പില്ലറ്റ് പ്രയോഗം നടത്തുവാൻ ആരാണ് നിർദ്ദേശം നൽകിയത് അതിന് മറുപടി നൽകണം എന്നൊക്കെയായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് BJP ഒഴിഞ്ഞു മാറി. കൃത്യമായി അവർക്ക് ഒഴിഞ്ഞു മാറാനും കഴിഞ്ഞു. അത്തരത്തിൽ അവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായി. കാരണം പ്രതിപക്ഷ ബഹളത്തെ മറയാക്കി ഒളിച്ചുകളി നടത്താൻ BJPക്ക് കഴിഞ്ഞു. അവർക്കൊരു ആശ്വാസമായി മാറി. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. NDAക്കെതിരെയുള്ള സഖ്യം, ഇന്ത്യ സഖ്യം വളരെ ശക്തിയാർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കൂട്ടുകെട്ട്, ഈ ഒത്തൊരുമ, ഈ കൂട്ടായ്മ ഇനിയും മുന്നോട്ട് പോയാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും. ഇനി വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു തലവേദന തന്നെയാണ്. എന്തായാലും പാർലമെന്റിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ തന്നെയും ഒരു കാര്യം, പല ബില്ലുകളും വളരെ വേഗത്തിൽ പാസ്സാകുന്നതും നമ്മൾ കണ്ടതാണ്. വലിയ ചർച്ചകളില്ലാതെ കേവലം 2-3 മിനിറ്റുകൾ കൊണ്ടൊക്കെ ചില ബില്ലുകൾ പാസ്സായി. അത്തരത്തിൽ ബില്ലുകൾ പാസ്സാകുമ്പോൾ ആ ചർച്ചകളിൽ പോലും പങ്കെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം അതിനായി നടപടി സ്വീകരിച്ചതുമില്ല. അതൊക്കെ ഭാവിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഒരു ചരിത്രമായി. ഒരു സമ്മേളനം അവസാനിക്കുന്നതിന് കേവലം മിനിറ്റുകൾ മാത്രമായിരുന്നു അവസാന ദിവസം എല്ലാവരും കണ്ടത്. വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ വരികളും ആലപിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ സ്പീക്കർ തന്നെ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഒരു കാരണവുമില്ലാതെ, അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹളത്തിൻ്റെ പേരോ ഒന്നും ചൂണ്ടിക്കാട്ടാതെ തന്നെ ഒരു സഭാ സമ്മേളനം അവസാനിപ്പിച്ച് പിരിയുകയും ചെയ്തു. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ദിവസം സഭ ചേർന്നു, അതുകൊണ്ട് എന്തുമാത്രം ഉപയോഗമുണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. എന്തായാലും ഭരണപ്രതിപക്ഷ ബഹളം അതിശക്തമായി പാർലമെന്റിൽ ഉയർന്നെങ്കിൽ തന്നെയും ഇതിൽ ജനോപകാരപ്രദമായ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്.